ഹലോ. ആ ഞാൻ വിചാരിച്ചു നിങ്ങൾ പേടിച്ചിട്ടാ ഫോൺ എടുക്കാത്തത്. ഇത് നാസറല്ലേ? പേടിച്ചിട്ടാ ഫോൺ എടുക്കാത്തതെന്നോ? ആ ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചത് നിങ്ങൾ അത്രയും ധൈര്യമുള്ള ഒരാള് അങ്ങനെ പേടിക്കുന്നല്ലോ. തീവ്രവാദികളാണ്, മുസ്ലിങ്ങളെ പേടിക്കണം, മലപ്പുറത്ത് വന്നാൽ പാലക്കാട്ടേക്ക് കൊല്ലാൻ ആളെ കൊണ്ടെന്ന് നിങ്ങളെ വരെ ഞങ്ങളെ പേടിച്ചു നടക്കുന്നത്. പിന്നെ വേറെ നിങ്ങൾക്ക് സുഖല്ലേ? ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തയക്കാൻ വേണ്ടി നിങ്ങളെ അഡ്രസ് ഒന്ന് പറയോ? എന്താണ്? നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നയക്കാനാ. നിങ്ങളുടെ ആ ധീരതക്കും നിങ്ങളാണ് ഏറ്റവും നല്ല ഇഖ്ലാസ് ഉള്ള ആള്. നിങ്ങൾ ചിലപ്പോ ജാഹിലായിരിക്കും, പക്ഷെ നിങ്ങൾ ഭയങ്കര ഇഖ്ലാസ് ഉള്ള ആളാണ് നമ്മൾ ഉസ്താദ് പറഞ്ഞിരുന്നു. അപ്പൊ ഇഖ്ലാസ് കൊടുക്കാൻ വേണ്ടി ഒരു അവാർഡ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താണ്? ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങൂല. എന്തെങ്കിലും ഒന്ന് വാങ്ങാനാണെങ്കിൽ ആ 5 റുപ്യന്റെ ഡീഡി എനിക്ക് എന്തല്ലോ, നിങ്ങൾക്ക് ഇതിനെ 2 വീഡിയോ ഇട്ടേക്കാറുണ്ട്. അഡ്രസ് ഒന്ന് പറയും, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അല്ലേ? അതെന്നെ പണിക്കുള്ള സമ്മാനമായിട്ട് കൂട്ടിക്കോളി. എങ്ങനെ? നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ. എന്താണ് പണി? അല്ല, നിങ്ങളിപ്പോ 2 വീഡിയോ എന്റെ പേര് പറഞ്ഞ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ വീഡിയോ ചെയ്തില്ല. നിങ്ങൾ ചെയ്തിട്ടില്ലേ? അത് സംഖ്യകളും ആ വീഡിയോക്ക് നിങ്ങൾക്ക് ഒരു അവാർഡ് അയച്ചു തരാൻ വേണ്ടിട്ടാണ്. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വേണ്ട കേട്ടോ. പേടിയാണെങ്കിൽ അഡ്രസ് പറഞ്ഞോളൂ. എനിക്ക് നേരമില്ലാത്തോണ്ട് കണ്ടുപിടിക്കാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളടുത്ത് ചോദിക്കാണ് നമ്മുടെ രീതി. ലിയാഖത്തിനെതിരെയുള്ള ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ധൈര്യത്തിനും നിങ്ങളുടെ ഇഖ്ലാസിനും നിങ്ങൾക്ക് ഒരു സമ്മാനം തരാമെന്ന് ഞാൻ വിചാരിക്കണ്ടേ. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വേണ്ട. എന്നെ പേടിയാണെങ്കിൽ നിങ്ങൾ അയച്ചാൽ അഡ്രസ് പറയാം. അല്ലെ നിങ്ങൾ അഡ്രസ് എന്താണ് എന്റെ ഗിഫ്റ്റ് എന്ന് പറയും. അത് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു A4 ഷീറ്റിൽ വരും. നിങ്ങൾ പറഞ്ഞുതരി, നിങ്ങൾ അഡ്രസ് പറഞ്ഞുതരി. അടിപൊളിയായിട്ടുള്ളത് ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരു സമ്മാനം, ഒരു സമ്മതി പത്രം. അതായത് നിങ്ങൾ ഭയങ്കര ധൈര്യശാലിയാണെന്നും നിങ്ങൾ ഇഖ്ലാസും ഇതൊക്കെ ഉള്ള ഒരു അംഗീകാരമായിട്ടൊരു പ്രശസ്തി പത്രമായിരിക്കും. എന്താണ് സംഗതി പറയും? നിങ്ങൾ പറയേ. നിങ്ങൾക്ക് പേടിയില്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തെങ്ങനെ പേടിക്കണേ? നിങ്ങൾ ഇന്നെ പേടിക്കല്ലേ? ഇല്ല, ഞാൻ കണ്ട അണ്ടകം അടങ്ങോന്ന് നമ്മളും ചെറുപ്പത്തിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കാനാ. നിങ്ങൾ പറഞ്ഞു. പറയാ നിങ്ങൾക്ക് ധൈര്യം. പോയിക്കോ. പേടിയാണെങ്കിൽ വെച്ചിട്ട് ഓടിക്കോ. അല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ് ഒന്ന് പറഞ്ഞേരി. ഞാൻ പിന്നെ അന്വേഷിക്കാൻ ആളെ വിടണ്ടേ? എനിക്കറിയാലോ. അതിപ്പോ എനിക്കറിഞ്ഞൂടെ. നിങ്ങളൊരു വില്ലാളി വീരനെന്ന് എനിക്കറിയാലോ. നിങ്ങളൊന്ന് പറഞ്ഞു. നിങ്ങളെ അഡ്രസ് ഒന്ന് പറഞ്ഞൂടി. ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിച്ചെന്റെ അഡ്രസ് ഉസ്താദ്. നിങ്ങൾക്ക് പേടി? നിങ്ങളെല്ലാം ഉസ്താദിനെ കൊണ്ടിലിറക്കാൻ നടക്കുക. അയാളുടെ 5 ലക്ഷം വാങ്ങി അയാളുടെ 5 ലക്ഷം തട്ടി കളഞ്ഞത് നിങ്ങളല്ലേ? അയാളുടെ 5 ലക്ഷം കല്ലെത്താക്കിയത് നിങ്ങളല്ലേ? ഉസ്താദുമായി നിങ്ങൾക്ക് ഉസറും പുളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല, ഉസ്താദുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. ഇത് സ്ട്രിക്റ്റ്ലി നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതായിക്കോട്ടെ, അതൊക്കെ നമുക്ക് തീരുമാനമാക്കാന്ന്. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അഡ്രസ് പറയണ്ട. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അഡ്രസ് പറയണ്ട. നിങ്ങൾ വലിയ വില്ലാളി എനിക്ക് ആകെയുള്ളത് ആരാ? സംഖ്യകളെ സപ്പോർട്ട് അല്ലാതെ കുടുംബത്തിലുണ്ടെങ്കിൽ എനിക്ക് അംഗീകാരം. അല്ല ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് എന്നെ സംസാരിക്കാം. നിങ്ങൾക്ക് പേടിയാണ്? നിങ്ങൾക്ക് അഡ്രസ് തരാൻ പേടിയുണ്ടോ? നിങ്ങൾക്ക് അഡ്രസ് തരാൻ പേടിയുണ്ടോ? നിങ്ങൾ വെറുതെ വർത്താനം. അനക്ക് കുറച്ച് സംഖ്യകളെ സപ്പോർട്ട് ഉണ്ടാവും. അല്ല നാട്ടിൽ തന്നെ ആരും സപ്പോർട്ട് ഇല്ലാത്ത അഡ്രസ് തരാൻ പേടിയുണ്ടോ? നിങ്ങൾ അഡ്രസ് തരാൻ പേടിയുണ്ടോ? അഡ്രസ് കണ്ടു നടക്കുമെന്ന് പറയുക. പേടിയാണ്. അത് ശരി. കാര്യംബാക്ക് വേടാന്ന് പറഞ്ഞ ആള് ധൈര്യം ഉണ്ടെങ്കിൽ ആര്യംബാക്ക് വേടാന്ന് പറഞ്ഞ വീഡിയോസ് പോയിട്ട് ചെന്ന് വിട്ടാ. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത നിങ്ങളെ ചാനലിൽ നിന്ന് മാത്രമേ പോകുള്ളൂ. എന്ത് കാക്ക അന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തേലുണ്ടാവില്ലേ? പേടിത്തൂറി അല്ലെങ്കിൽ
പേടിത്തൂറി അല്ലെങ്കിൽ ഒരു അഡ്രസ് പറഞ്ഞോളി. പേടിത്തൂറി മനുഷ്യനില്ലാത്ത സ്കൂളിന്റെ മുന്നിൽ പോയാൽ ഒരു മനുഷ്യനില്ലാത്ത സ്കൂളിന്റെ മുന്നിൽ പോയാൽ ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് വന്നിട്ടാ ഇത് ആര്യമ്പാവൂര് കാലെത്തിയത്. ഒരാളെന്നെങ്കിൽ വീട്ടിൽ പോയിട്ട് എന്തായി? എന്തിനാ വീട്ടിൽ പോയിട്ട് എന്താ മിണ്ടാത്തപ്പോ വീട്ടുകാരെ കുറിച്ച് എന്താ മിണ്ടാത്തത്? എന്തായി വീട്ടിൽ പോയിട്ട്? എന്തായി വീട്ടിൽ പോയിട്ട്? എന്റെ മോന്തൊക്കെ കിട്ടാത്ത എന്റെ നല്ല കാലം അത്രല്ലേ? അല്ലേ അല്ലേ അല്ലേ? എനക്ക് ധൈര്യം ഉണ്ടോ ഇനി ഒന്നുകൂടി എന്റെ വീട്ടിൽ ചെല്ലാന്? ഉണ്ടോ എന്റെ വീട്ടിൽ ചെല്ലാൻ? ഒന്നും കൂടി എന്റെ വീട്ടിൽ ചെല്ലാൻ എനിക്ക് ധൈര്യം ഉണ്ടോ? ചെല്ലാനോ? അന്റെ അഞ്ചുണ്ടാവും. അഞ്ചോട് പിരിവാങ്ങി ജീവിക്കുന്ന അഞ്ചുണ്ടാവും. അന്നോട് പിരിവ് വാങ്ങി അന്റെ നക്കാപ്പിച്ച വാങ്ങി ജീവിക്കുന്ന ഒരു അഞ്ചൻ. നിങ്ങൾ എന്തിനാണ് മൊയിലേരിയും കൂട്ടി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്? നിങ്ങൾ എന്തിനാണ് പെട്ടെന്ന് മൊയിലേരിയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്തോ ഓർമ്മ വന്നിട്ടുള്ള രീതിയിൽ പോയിട്ട് ഞങ്ങൾ മണ്ണാർക്കാട് പോയത് എന്റെ പെര കാണാനില്ല. ഞങ്ങൾ മണ്ണാർക്കാട് പോയത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ. അതെ ഓഡിറ്റോറിയം എന്റെ വീടിന്റെ അട്ടത്താണല്ലോ ഇരിക്കണേ. പേടിയാണ് അതാണ് സംഭവം. ഈ ഒരു പേടിത്തൂറിയാണ്. ഈ ഒരു പേടിത്തൂറിയാണ്. ഈ അഡ്രസ് തന്നാലും തന്നില്ലെങ്കിലും അനക്ക് എത്താനുള്ള സാധനം അവിടെ എത്തും. ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ അഡ്രസ് തന്നാലും തന്നില്ലേലും നിനക്കുള്ള സാധനം നിന്റെ കയ്യിലെത്തും. അപ്പൊ നീ തന്നാല് അഡ്രസ് നീയായിട്ട് തരികയാണെങ്കിൽ നിനക്ക് പേടിയാണ്. ഞാൻ അഡ്രസ് അയച്ചു തന്നിട്ട് നിങ്ങൾ അതിനുള്ള സാധനം കയ്യിലുണ്ട്. അതിനുള്ള സാധനം കയ്യിലുണ്ട്. യൂട്യൂബിന് വർത്താനം പറഞ്ഞത് കേസ് കൊടുക്കാൻ നടക്കാൻ ഞാൻ സഞ്ചനോ ലിയാക്കത്ത് സഞ്ചനയാണ്. നേർക്ക് നേരെ അനങ്ങിനേലും മുൻകിനേലും വക്കീലിനെ ഏൽപ്പിച്ചരാം. വക്കീലിനെ ഏൽപ്പിച്ച അഡ്വക്കേറ്റിലെ കണ്ടാസ് പറഞ്ഞിട്ട് നടപടി എടുത്താൽ മതി. വെച്ചാൽ അന്റെ മഞ്ചേരിക്ക് ഞാൻ തെറ്റ് വരുത്തും. ഞാൻ അന്ന മഞ്ചേരിക്ക് ആര്യമ്പാവക്ക് വരുത്തി. എന്നിട്ട് എന്താക്കി? എന്നിട്ട് നെല്ലിയും കൂടാ. ഒരു സാധു മനുഷ്യൻ 5 ലക്ഷം കൊണ്ടുപോയി കളഞ്ഞിട്ട് 5 ലക്ഷം കൊണ്ടുപോയി കളഞ്ഞിട്ട് കരഞ്ഞും കൊണ്ട് നടക്കുക. കണ്ണി കണ്ട കക്കൂസും കുഴിയിലൊക്കെ ഇറങ്ങി നിന്നിട്ടാണ് കരയുന്നത്. എനിക്ക് ഉസറും പുളിയുണ്ട് ചങ്ങായിയെ. എനിക്ക് എന്ത് നാസറാണ് ഇജ്ജ്? എന്ത് നാസറാണ് ഇജ്ജ്? ഈ നാസർ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അന്റെ നാട്ടിൽ വീട് കൊണ്ടുവന്ന പറ്റ് നാസർ ആരാന്ന് മനസ്സിലായില്ലേ? അന്റെ നാട്ടിൽ ആ വീട് നിങ്ങള് ഡീഡി തന്നാളി കരഞ്ഞോണ്ട് എടുക്കാം. കണ്ണി കണ്ട കക്കൂസും കുഴിയിൽ ഇറങ്ങിയിട്ടില്ല കരച്ചില്. അന്റെ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഡീഡി ആ 23-ാം തീയതി കൈമാറിയപ്പോ നാസർ ആരാന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ആരഞ്ച് മനസ്സിലായി. ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ ചെന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ മൂക്ക് എത്തുമോ? അപ്പൊ നാസർ ആരാന്നുള്ള അഡ്രസ് തന്നാൽ ഈ ഫോൺ സംഭാഷണം പുറത്തുവിടൂല. അഡ്രസ് തരാൻ നിനക്ക് ധൈര്യം ഇല്ലെങ്കിൽ അവിടെ എത്താനുള്ളത് അവിടെ എത്തും ചെയ്യും. ആണക്കുള്ള സാധനം പുറത്തുവിടും ചെയ്യും. കണ്ടോന്റെ കഫൻ നക്കി നടക്കണേ അണ്ടനും അടക്കോണ്ട് ചമ്മാൻ നക്കല് മാത്രമല്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് പഠിച്ചതായിക്കൂല്ലേ? പിന്നത്തെ എനിക്ക് നക്കലല്ലേ അറിയുള്ളൂ. അല്ല എല്ലാരെ കുറിച്ചും അതന്നെ പറയണ. അയ്യോ അതന്നെ പറയും. നാട്ടുകാരെ കുറിച്ച് അതന്നെ പറയും. ബസ് സ്റ്റാൻഡ് അരീക്കോട് ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട പഠിച്ചേക്കും. ചത്തതും ചീഞ്ഞതും മുഴുവൻ നക്കും. ചത്തതും ചീഞ്ഞതും നക്കും. നാസറേ അതൊക്കെ വിട്. എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അഡ്രസ് കൊണ്ടാ. ഇല്ലടാ എനിക്ക് ധൈര്യമല്ല. അങ്ങനെ പറഞ്ഞൂടെ. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് ധൈര്യം ഇല്ലല്ലോ.